ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, ദൈവാനുഗ്രഹത്തിന്റെ ഒരു ശുഭദിനം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില് പലരിൽ നിന്നും കുത്തുവാക്കുകൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ പ്രതികരണം എന്തായിരുന്നു? ഇതാ ചില വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നോക്കാം. ജോൺ മരിയ വിയാനി പുണ്യാളൻ, അദ്ദേഹം ഒരു വേശ്യ സ്ത്രീയുമായി ബന്ധപ്പെടുന്നുവെന്നും ഒരു കുഞ്ഞുണ്ടെന്നുമൊക്കെ എതിരാളികൾ ആരോപിച്ചു. ജപമാലയും ദിവ്യകാരുണ്യ ഭക്തിയുമായിരുന്നു എതിർക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ. മാർട്ടിൻ ഡിപ്പോറസ് പുണ്യവാളൻ കറുപ്പിന്റെ പേരിൽ വളരെ പരിഹസിക്കപ്പെട്ടു. അൽഫോൻസാമയെ കള്ളിയെന്നാണ് പലരും വിളിച്ചത്. നമ്മള് ജീവിതത്തില് ഇങ്ങനെയുള്ള ദുർഘടമായ ചില ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം ഓർക്കണം, വിശ്വസ്തനോട് അങ്ങ് വിശ്വസ്തത പുലർത്തും. സങ്കീർത്തനം 18:25. പദ്രെ പിയോ പഞ്ചക്ഷതധാരിയായിരുന്നു. എന്നാൽ അദ്ദേഹം ഏകാന്ത തടവിൽ പാർക്കേണ്ടി വന്നു. പോപ്പ് പോലും അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തെ നേരിടുമ്പോൾ, എതിർപ്പുകൾ വരുമ്പോൾ ധീരതയോടെ നമുക്ക് മുന്നേ പോയ സാക്ഷികളെ ഓർത്തുകൊണ്ട് മുന്നേറാം. ദൈവം എല്ലാവരെയും സ്പർശിക്കുന്നുണ്ട്. കൃപ നിറയട്ടെ. ആമേൻ.